മക്കളെ, നിങ്ങൾക്ക് സുഖമല്ലേ? എല്ലാവരും സന്തോഷമായിട്ടല്ലേ ഇരിക്കുന്നത്? എങ്ങനെ സന്തോഷമില്ലാതിരിക്കും? മുഴുവൻ സമയവും അച്ഛൻ്റെയും അമ്മയുടെയും ഒപ്പം ഇപ്പോൾ വീട്ടിലാണല്ലോ അല്ലേ? അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹമൊക്കെ ആകുവോളം നുകർന്ന് നിങ്ങളങ്ങനെ സന്തോഷമായിട്ടിരിക്കുകയാണെന്ന് ടീച്ചർക്കറിയാം. സ്നേഹിക്കാൻ ഇഷ്ടമില്ലാത്തവരാരെങ്കിലും ഉണ്ടോ? ഇല്ല അല്ലേ? സ്നേഹിക്കപ്പെടുവാനോ? അതൊട്ടുമില്ല. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് ഒരർത്ഥവുമില്ലാതെ പോകും. പക്ഷേ ഇന്നത്തെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഇതിനൊക്കെ നേരമുണ്ടോ? പറഞ്ഞേ. നാം പലപ്പോഴും പലരെയും മറന്നു പോകുന്നുണ്ടല്ലേ? അങ്ങനെ ഉണ്ടാകാവോ? പാടില്ല. നമ്മൾ പരസ്പരം സ്നേഹിക്കണം. മാതാപിതാക്കളെ, സഹോദരങ്ങളെ, സഹപാഠികളെ, അയൽക്കാരെ, അങ്ങനെ എല്ലാവരെയും. എന്താ മക്കളെ, അങ്ങനെയല്ലേ വേണ്ടത്? അതെല്ലേ? ഇനി നിങ്ങൾക്ക് കഥകൾ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. നിങ്ങളെപ്പോലുള്ള ഒരു കുഞ്ഞു കുട്ടിയുടെ സ്നേഹവും അനുകമ്പയും നിറഞ്ഞ ഒരു കഥ നമുക്ക് കേട്ടാലോ? അയ്യോ, തിരക്ക് പിടിക്കല്ലേ, ടീച്ചർ പറഞ്ഞു തരാം. ആദ്യം നിങ്ങളുടെ പാഠപുസ്തകത്തിലെ പേജ് 7 തുറന്നോളൂ. തുറന്നോ? എല്ലാവരും പേജ് 7 തുറന്നോ? തുറന്നോ? എന്താണ് അതിൽ കാണുന്നത്? അമൃതം. നമ്മുടെ ആദ്യ ഭാഗമാണത് അല്ലേ? എങ്കിൽ നമുക്ക് കഥയിലേക്ക് കടന്നാലോ? ടീച്ചർ വായിച്ചു തരാം, ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. അവൾ കുട്ടികൾക്കിടയിൽ കയറി എത്തി നോക്കി. അവിടെ എല്ലും തോലുമായ ഒരു വൃദ്ധൻ കിടന്നു ഞരങ്ങുകയാണ്. എന്തെങ്കിലും കഴിക്കാനായി അയാൾ ചുറ്റും നിൽക്കുന്നവരോട് കൈനീട്ടുന്നു. കുറേ കുട്ടികൾ അയാളെ കളിയാക്കുന്നുമുണ്ട്. അവൾക്ക് വല്ലാത്ത വിഷമം തോന്നി. ആ വൃദ്ധൻ അവളെ കണ്ടു. അയാൾ മെലിഞ്ഞുണങ്ങിയ കൈകൾ നീട്ടി അവളോട് എന്തോ പറഞ്ഞു. ചില കുട്ടികൾ അപ്പോഴും കൂക്കി വിളിച്ചു. അവൾ പിന്നൊന്നും ചിന്തിച്ചില്ല. ബാഗ് തുറന്ന് ചോറ്റുപാത്രം പുറത്തെടുത്തു. അതിലെ മുഴുവൻ ചോറും അവൾക്കേറെ ഇഷ്ടമുള്ള മുളക് ചമ്മന്തിയും അയാളുടെ കൈവെള്ളയിലേക്ക് പകർന്നു കൊടുത്തു. അയാളുടെ കുഴിഞ്ഞ കണ്ണുകൾ നനഞ്ഞു. ആർത്തിയോടെ അയാൾ ചോറ് വാരി തിന്നു തുടങ്ങി. അവസാനത്തെ വറ്റും അയാളുടെ വയറ്റിലെത്തുന്നതുവരെ അവൾ നോക്കി നിന്നു. അവൾക്ക് എന്തോ പെട്ടെന്ന് കരച്ചിൽ വന്നു. അത് സന്തോഷം കൊണ്ടായിരുന്നു. മക്കൾ കഥ വായിച്ചല്ലോ. ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് ഈ കഥ? ഇഷ്ടപ്പെട്ടൂലേ? ആരൊക്കെയാണ് ഈ കഥയിലുള്ളത്? പറയൂ. കുട്ടികൾ, വൃദ്ധൻ അല്ലേ? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടത്? പെട്ടെന്ന് പറ. അതെ അല്ലേ, ആ കുട്ടിയുടെ സ്നേഹം കണ്ടിട്ട്. കഥയിൽ ആരെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്? ചോറ് നൽകിയ പെൺകുട്ടിയെ അല്ലേ? അവൾ എന്തിനാണ് കരഞ്ഞത്? എന്തിനാണ് ആ പെൺകുട്ടി കരഞ്ഞത്? സങ്കടം വന്നിട്ടാണോ? അല്ല, സന്തോഷം കൊണ്ടാണ് ആ കുട്ടി കരഞ്ഞത്. സന്തോഷം വരുമ്പോൾ നിങ്ങളുടെ കണ്ണ് നിറയാറുണ്ടോ? ഉണ്ടല്ലേ? എങ്കിൽ ടീച്ചർ ഒന്ന് ചോദിക്കട്ടെ, കഥയിലെ കുട്ടിയുടെ സ്ഥാനത്ത് നിങ്ങളായിരുന്നു എങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നോ? നേര് പറയണം ടീച്ചറോട്. ഇല്ല എന്നാണല്ലോ ടീച്ചർ കേൾക്കുന്നത്. അതേ എന്നും ആരോ പറയുന്നുണ്ട്. അവിടെ ഇരുന്നൊരു മിടുക്കൻ പറയുന്നത് കേട്ടോ, ഇനി ഞാൻ ചെയ്തോളാമെന്ന്. അങ്ങനെ വേണം കേട്ടോ മിടുക്കർ.
ടീച്ചറിൻ്റെ കുട്ടികളെല്ലാം നല്ല മിടുക്കരാണെന്ന് ടീച്ചർക്കറിയാം. നമ്മൾ സ്നേഹിക്കണം അല്ലേ എല്ലാവരെയും. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങളോട് സ്നേഹമല്ലേ ഉണ്ടല്ലോ? അതെത്രമാത്രമെന്ന് അളക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? പറ്റുമോ? ഇല്ല, ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് അമ്മമാരുടെ സ്നേഹവും വാത്സല്യവും. എങ്കിൽ ഒരമ്മയുടെ സ്നേഹ വാത്സല്യങ്ങളെക്കുറിച്ചുള്ള ഒരു പാഠഭാഗമാണ് നമ്മൾ 4ാം ക്ലാസ്സിലെ മലയാളത്തിൽ ആദ്യമേ പഠിക്കാൻ പോകുന്നത്. ഒരമ്മയും കുഞ്ഞും, അമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള ആ വാത്സല്യമാണ് ആ കവിതയിലൂടെ വർണ്ണിച്ചിരിക്കുന്നത്. മകൻ്റെ കുഞ്ഞു കുഞ്ഞു കുസൃതിത്തരങ്ങളും അതിനെ വാത്സല്യത്തോടെ ശാസിക്കുകയും ലാളിക്കുകയും ചെയ്യുന്ന ഒരമ്മ. നമ്മുടെ അമ്മമാരും അങ്ങനെ തന്നെയല്ലേ? എങ്കിൽ മക്കൾ പുസ്തകം തുറന്ന് പേജ് 8 എടുത്തോളൂ. എന്താ കവിതയുടെ പേര്? എന്താ കവിതയുടെ പേര്? വെണ്ണക്കണ്ണൻ. എങ്കിൽ ആ കവിത എഴുതിയത് ആരാണെന്ന് നോക്കൂ. ആരാണ് ആ കവിത എഴുതിയത്? കണ്ടോ നിങ്ങള്? ചെറുശ്ശേരി. ചെറുശ്ശേരിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇങ്ങോട്ട് നോക്കൂ. കണ്ടോ ചെറുശ്ശേരിയെ? ഇനി കണ്ടാൽ തിരിച്ചറിയണം മക്കൾ. കണ്ടല്ലോ. ചെറുശ്ശേരിയുടെ ഏത് കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് വെണ്ണക്കണ്ണൻ എന്ന കവിത? കൃഷ്ണഗാഥ. കണ്ടല്ലോ മക്കള്, കൃഷ്ണഗാഥ എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടില്ലേ എല്ലാവരും? കൃഷ്ണഗാഥയിൽ നിന്നും എടുത്തിട്ടുള്ള ഏതാനും വരികളാണ് നമ്മുടെ 1ാം പാഠഭാഗത്തിൽ നമ്മൾക്ക് പഠിക്കാനുള്ളത്. ചെറുശ്ശേരിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കൃഷ്ണഗാഥ എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ട്. എങ്കിൽ കൃഷ്ണഗാഥയ്ക്ക് പിന്നിലുള്ള ഒരു മനോഹരമായ കഥയുണ്ട്. കൃഷ്ണഗാഥ രചിക്കാനിടയായ ഒരു മനോഹരമായ കഥ. അത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇല്ല അല്ലേ? എങ്കിൽ ടീച്ചർ പറഞ്ഞു തരാം. കോലോത്തു നാട്ടിലെ രാജാവായിരുന്നു ഉദയവർമ്മ കോലത്തിരി. അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലെ പണ്ഡിത സദസ്സിലെ അംഗമായിരുന്നു നമ്മുടെ ഈ ചെറുശ്ശേരി നമ്പൂതിരി. കൃഷ്ണഗാഥയുടെ കർത്താവാണ് ഇദ്ദേഹം എന്നാണ് നാം വിശ്വസിച്ചു പോരുന്നത്. രാജാവിൻ്റെ ആജ്ഞപ്രകാരമാണ് ചെറുശ്ശേരി നമ്പൂതിരി കൃഷ്ണഗാഥ രചിച്ചത്. അത് എങ്ങനെയാണ്? ഒരിക്കൽ രാജാവും ചെറുശ്ശേരി നമ്പൂതിരിയും കൂടി ചതുരംഗം കളിക്കുകയായിരുന്നു. തൊട്ടടുത്തായി തൊട്ടിലിൽ കുട്ടിയെ താരാട്ടുപാടി ഉറക്കുകയായിരുന്നു രാജ്ഞി. രാജ്ഞി തുടരെ തുടരെ താരാട്ട് പാടുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അവർ ചതുരംഗ കളത്തിലേക്ക് നോക്കുന്നുമുണ്ടായിരുന്നു. എന്താണ് ചതുരംഗം? നിങ്ങൾ കേട്ടിട്ടില്ലേ ചെസ് എന്നൊക്കെ? അതുപോലെ തന്നെയാണ് ചതുരംഗവും. ചതുരംഗ കളത്തിലേക്ക് നോക്കിയപ്പോൾ റാണി എന്താണ് കണ്ടത്? തോൽവി സമ്മതിക്കാൻ ഒരുങ്ങുന്ന രാജാവിനെ. റാണിക്ക് സഹിക്കുമോ? ഇല്ല, സഹിച്ചില്ല. ഒരു നീക്കം കൂടി തെറ്റിയാൽ രാജാവിന് തോൽവി ഉറപ്പായി. രാജ്ഞി എന്ത് ചെയ്തു എന്ന് നിങ്ങൾക്കറിയണ്ടേ? കുഞ്ഞിനെ താരാട്ട് പാടി ഉറക്കുക എന്ന വ്യാജേനെ റാണി ഒരു പാട്ട് പാടി. എന്താണ് ആ പാട്ട് നിങ്ങൾക്ക് കേൾക്കണ്ടേ? എന്നാൽ കേട്ടോളൂ. കേട്ടോ? ടീച്ചർ ഒന്നുകൂടെ പാടിത്തരാം. കൂടെ പാടിക്കോളൂ കേട്ടോ. മനസ്സിലായോ വല്ലതും? ആരെ ഉന്താനാണ് പറയുന്നത്? ഉന്തുന്ത് ഉന്തുന്ത് ആളെ ഉന്ത് എന്ന്. അപ്പോൾ ഈ ചതുരംഗ കളത്തിലെ കാലാൾ പട, കാലാളിനെ നീക്കാനാണ് റാണി ആ താരാട്ടുപാടിലൂടെ രാജാവിനെ അറിയിച്ചത്.
റാണിയുടെ ആ പാട്ട് ആർക്ക് മനസ്സിലായി? രാജാവിന് പിടികിട്ടി. രാജാവ് ഉടൻ എന്തു ചെയ്തു? ആ കാലാൾ പടയെ നീക്കിവെച്ചു. അതോടുകൂടി രാജാവ് ആ കളിയിൽ വിജയിച്ചു. പിന്നീട് രാജാവ് എന്താണ് ചെറുശ്ശേരിയോട് ആവശ്യപ്പെട്ടതെന്ന് അറിയാമോ? റാണി പാടിയ ആ താരാട്ടുപാട്ടിൻ്റെ ഈണത്തിൽ അദ്ദേഹത്തോട് ഒരു കവിത രചിക്കാനാണ് രാജാവ് ആവശ്യപ്പെട്ടത്. ആ നിർദ്ദേശപ്രകാരമാണ് നമ്മുടെ ചെറുശ്ശേരി കൃഷ്ണഗാഥ രചിച്ചത് എന്നാണ് ഐതിഹ്യം. മക്കൾക്ക് പിടികിട്ടിയോ? രസമുണ്ടല്ലേ കഥ കേൾക്കാൻ? എങ്കിൽ നമുക്ക് പാഠത്തിലേക്ക് കിടക്കണ്ടേ? എങ്കിൽ പാഠം തുറന്നു നോക്കിയിരുന്നോളൂ, നമ്മൾക്ക് പാട്ട് കേൾക്കാം. ആ കവിത കേൾക്കണ്ടേ നിങ്ങൾക്ക്? എൻ്റെ മക്കൾ ശ്രദ്ധിച്ചോളൂ. വെണ്ണക്കണ്ണൻ, ചെറുശ്ശേരി. സ്നാനവും ചെയ്തു നീയാകമിപ്പോളവും പാലിച്ചേനല്ലോ ഈ പാൽവെണ്ണ ഞാൻ. ഇങ്ങനെയുള്ളേനി കേതുമേ താരാതെ എങ്ങു നീ പോകുന്നു പെണ്ണമ്മേ ചൊൽ. ഓമന പൈതൽ താനിങ്ങനെ ചൊല്ലിത്തൻ കോമള ചുണ്ടു പീളുർക്കും നേരം ഉണ്ണിക്കൈ തന്നിലെ വച്ചു നിന്നിടിനാൾ വെണ്ണതാൻ കൊണ്ടുപോന്നമ്മയപ്പോൾ. വെണ്ണയെ കണ്ടൊരു കണ്ണന്താൻ അന്നേരം വെണ്ണില വഞ്ചിച്ചിരിച്ചു ചൊന്നാൻ. ഒറ്റക്കൈ തന്നിൽ നീ വെണ്ണ വച്ചിടിനാൽ മറ്റേ കൈ കണ്ടിട്ടു കേഴുമല്ലോ. മൂത്തവൻ കയ്യിൽ നീ വെണ്ണ വച്ചിടുമ്പോൾ ആർത്തനായി നിന്നു ഞാൻ കേഴും പോലെ. ഇങ്ങനെ കേട്ടവൾ വെണ്ണയ്ക്കു പിന്നെയും അങ്ങു തിരിഞ്ഞു നടന്ന നേരം കയ്യിലെ വെണ്ണയെ പയ്യവേ വായിലെ തയ്യോ എന്നിങ്ങനെ ചൊല്ലി ചൊന്നാൻ. കള്ളനായുള്ളൊരു കാകൻ താൻ വന്നിട്ടൻ കയ്യിലെ വെണ്ണയെ കൊണ്ടുപോയി എന്നതു കേട്ടവളേറ്റം ചിരിച്ചു നൽ വെണ്ണയും കൊണ്ടിങ്ങു വന്നു. പിന്നെ വൈകാത വണ്ണമ കൈതവ പൈതൽ തൻ കൈകളിൽ രണ്ടിലും വെണ്ണ വച്ചാൾ. വെണ്ണയെ കണ്ടൊരു കണ്ണൻ തന്നാനനം വെണ്ണില പോലുന്ന തിങ്കൾ പോലെ. പുഞ്ചിരി തുമ കൊണ്ടഞ്ചിതമാകയാൽ ചെഞ്ചമ്മേ നിന്നു വീളങ്ങിയതപ്പോൾ. കേട്ടല്ലോ കവിത. ഇഷ്ടപ്പെട്ടോ മക്കൾക്ക് കവിത? ഒന്ന് പാടി നോക്കിയേ, രണ്ടുപേരും ഒന്ന് പാടിയേ. പാടൂ. സ്നാനവും ചെയ്തു നീയാകമീപ്പോളവും പാലിച്ചേനല്ലോ ഈ പാൽവെണ്ണ ഞാൻ. പാടി നോക്കൂ. അപ്പോൾ വീട്ടിലിരുന്ന് പുസ്തകം തുറന്ന് വെച്ച് മക്കൾ ഈ പാട്ടൊന്ന്, ഈ കവിതയൊന്ന് പാടി നോക്കണം. എന്തെങ്കിലും മനസ്സിലായോ ഈ കവിതയിൽ? കണ്ണൻ എന്താണ് ചെയ്യുന്നത്, അമ്മ എന്താണ് പറയുന്നതെന്ന് മനസ്സിലായോ? ഒന്ന് പറഞ്ഞേ. സ്നാനവും ചെയ്തു നീ ആഗമിപ്പോളവും. എന്താ സ്നാനം എന്ന് പറഞ്ഞാല്? കുളിക്കുക അല്ലേ?
ആ കുളി കഴിഞ്ഞു വരുന്ന അമ്മ കണ്ടതെന്താണ്? വെണ്ണ കക്കാനായി തയ്യാറെടുത്ത് നിൽക്കുന്ന മകനെയാണ്. പക്ഷേ കൃഷ്ണൻ എന്താണ് പറഞ്ഞത്? അമ്മയോട് എന്താണ് പറയുന്നത്? കുളി കഴിഞ്ഞ് അമ്മേ നീ വരുന്നത് വരെ ഞാൻ മറ്റാരും കക്കാതെ ഈ പാൽവെണ്ണ കാത്തുകൊണ്ട് നിൽക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. കണ്ണന്റെ കുസൃതി നിറഞ്ഞ വാക്കുകൾ ആർക്ക് മനസ്സിലായി? അമ്മയ്ക്ക് മനസ്സിലായി അല്ലേ? അങ്ങനെ അമ്മയോട് വെണ്ണ കിട്ടാൻ വേണ്ടി കണ്ണൻ പറയുന്ന കുസൃതിത്തരങ്ങളും നുണകളുമാണ് നമ്മൾക്ക് ഈ കവിതയിലുടനീളം കാണുവാനായിട്ട് സാധിക്കുന്നത്. മക്കൾ 1-2 തവണ ഈ കവിത വായിച്ചു നോക്കുക. മനസ്സിലായില്ലെങ്കിൽ വീണ്ടും വീണ്ടും വായിച്ചു നോക്കുക. എന്തെല്ലാമാണ് അവിടെ പറയുന്നത്? എന്തെല്ലാമാണ് പറയുന്നത്? ആരെല്ലാം കൊണ്ടുപോയി എന്നാണ് പറയുന്നത്? നിങ്ങൾ ആ ചോദ്യത്തിലൂടെ ഒന്ന് കടന്നു വന്നേ. പേജ് 9 ചോദ്യങ്ങളൊന്ന് നോക്കിയേ. എന്താ പറയുന്നത്? ഒന്നാമത്തെ ചോദ്യത്തില് വെണ്ണ ലഭിക്കാൻ കണ്ണൻ എന്തൊക്കെ ന്യായങ്ങളാണ് അമ്മയോട് പറയുന്നത്? എന്തെല്ലാം ന്യായങ്ങളാണ് അവിടെ പറയുന്നത്? സ്നാനം കഴിഞ്ഞു വരുന്നവരെ അമ്മേ ഞാൻ ഈ വെണ്ണ കാത്തു നിൽക്കുകയായിരുന്നു എന്ന് ആദ്യമേ പറയുന്നുണ്ട്. പിന്നെന്തെല്ലാമാണ് പറയുന്നത്? ഒരു കൈയിൽ മാത്രം വെണ്ണ വയ്ക്കുമ്പോൾ മറ്റേ കൈയും സങ്കടപ്പെട്ടു പോകും അമ്മേ എന്ന്. പിന്നെ ആര് കൊണ്ടുപോയി എന്നാണ് പറയുന്നത്? കാക്ക കൊണ്ടുപോയി എന്ന്. മനസ്സിലായല്ലോ? ഇനി അടുത്ത ചോദ്യം എന്താണ്? വെണ്ണ കിട്ടിയപ്പോൾ കണ്ണൻ എന്താണ് ചെയ്തത്? മക്കൾ കണ്ടുപിടിക്കില്ലേ അതിനുത്തരം? വെണ്ണിലാ പോലുന്ന തിങ്കൾ പോലെ കണ്ണന്റെ മുഖം തിളങ്ങാൻ കാരണം എന്താണ്? ഒന്ന് വായിച്ചു നോക്കൂ. ഉത്തരം കിട്ടിയില്ലേ? എങ്കിൽ നിങ്ങളുടെ നോട്ട് ബുക്ക് എടുത്ത് ഓരോ ചോദ്യത്തിന്റെയും ഉത്തരം നോട്ട് ബുക്കിലേക്ക് കുറിച്ചു വെച്ചോളൂ. ടീച്ചർ നിങ്ങളുടെ നോട്ട് ബുക്ക് നോക്കും കേട്ടോ. കവിത ഇഷ്ടപ്പെട്ടല്ലോ? ഈ പാഠഭാഗവും മക്കൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? എങ്കിൽ ആ കഥയും കവിതയും മക്കൾ ഒരാവർത്തി കൂടി വായിക്കുക. കവിത ധാരാളം വായിക്കണം. ഒത്തിരി തവണ വായിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനുള്ള ഉത്തരങ്ങൾ എഴുതുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ മക്കൾ തയ്യാറല്ലേ? എഴുതാൻ തയ്യാറായിക്കോളൂ. അടുത്ത ഭാഗവുമായിട്ട് ടീച്ചർ അടുത്ത ദിവസം തന്നെ നിങ്ങളോടൊപ്പം ഉണ്ടാകും. മക്കളെല്ലാവരും വീട്ടിലിരുന്നോളൂ. ഇരുന്ന് പുസ്തകം എടുത്ത് എഴുതുകയും ചെയ്തോളൂ കേട്ടോ. ടീച്ചർ നാളെ നമുക്ക്